വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ. അധ്യായം 412. വായന ആഘോഷമാക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ സ്ഥാനം പിടിച്ച ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം വിജയകരമായ 44ാമത് വർഷത്തിലെത്തിയിരിക്കുന്നു. ഓരോ വർഷവും ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നായി ആയിരക്കണക്കിന് പുസ്തകപ്രേമികളും ഗ്രന്ഥകാരന്മാരും ഒത്തുചേരുന്നുവെന്നത് മാത്രമല്ല, മാനവ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തലായി പുസ്തകങ്ങളും വായനയും ആഘോഷിക്കപ്പെടുന്ന വേദി എന്ന നിലയ്ക്കാണ് ഈ പുസ്തകോത്സവം സവിശേഷമാകുന്നത്. ഉപഭോഗ സംസ്കാരവും വിസ്മയിപ്പിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമൊക്കെ വിപണിയുടെ അനന്ത സാധ്യതകളിൽ മനുഷ്യരെ തളച്ചിടുമ്പോഴും ചിന്തയുടെയും ഭാവനയുടെയും സ്വപ്നങ്ങളുടെയുമൊക്കെ വാതായനങ്ങൾ തുറക്കുന്ന പുസ്തകങ്ങൾ മാനവ സംസ്കാരത്തിന്റെ തിളങ്ങുന്ന ഏടുകളാണെന്ന ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഈ പുസ്തകമേള അടിവരയിടുന്നത്. നിരക്ഷരരായിരുന്ന ഒരു സമൂഹത്തെ വായിക്കുക എന്ന ആഹ്വാനത്തിലൂടെ സംസ്കാരത്തിന്റെയും അറിവിന്റെയും പ്രബുദ്ധതയിലേക്കുയർത്തിയ അറേബ്യൻ സംസ്കൃതിയുടെ ഏറ്റവും കരുത്തുള്ള പ്രതിഫലനമായും അറബ് ലോകത്ത് നടക്കുന്ന ഈ മഹാമേള വ്യതിരിക്തമാകുന്നു. അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാർജ ഭരണാധികാരികളുടെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഈ പുസ്തകമേളയുടെ അവിസ്മരണീയമായ അലങ്കാരങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ അവസരം ലഭിക്കാറുണ്ട് എന്നത് നന്ദിയോടെ ഓർക്കുന്നു. എന്റെ 25ഓളം പുസ്തകങ്ങളുടെ പ്രകാശനവേദി എന്ന നിലയ്ക്ക് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാർഷിക പരിപാടിയാണിത്. കേവലം പുസ്തക പ്രകാശനങ്ങളും പ്രദർശനവും വിൽപ്പനയും മാത്രമല്ല, വായന ആഘോഷമാക്കുന്ന വലിയൊരു ഉത്സവമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസാധകരെയും ഗ്രന്ഥകാരന്മാരെയും നേരിൽ കാണാനും അവരുമായി സംവാദിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും ഏറെ ആകർഷകമാണ്. വായന മനുഷ്യന്റെ മനസ്സിനെ പ്രകാശിതമാക്കുന്ന അത്ഭുതാനുഭവമാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ അതിന്റെ പേജുകൾക്കുള്ളിൽ അനന്തമായ ലോകങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഓരോ വാക്കും ഒരു വിസ്മയം, ഓരോ വാചകവും ഒരു യാത്ര. വായനയിലൂടെ മനുഷ്യൻ അറിവിനെയും അനുഭവത്തെയും ഉൾക്കൊണ്ടു വളരുന്നു. ഭാവനയുടെയും ചിന്തയുടെയും അനന്ത സാധ്യതകളാണ് പുസ്തകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത്. മനുഷ്യരുള്ളിടത്തോളം കാലം വായന നിലനിൽക്കും. കാരണം പുസ്തകങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ആത്മസുഹൃത്തുക്കളാണ്. അവ നമ്മെ ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. വായന മനുഷ്യനെ ബോധവാനാക്കുന്നു, ആത്മവിശ്വാസം നൽകുന്നു, മാനുഷിക മൂല്യങ്ങൾ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ മനുഷ്യന്റെ ആത്മാവിന്റെ കണ്ണാടിയായി മാറുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വായനയുടെ പ്രാധാന്യം കൂടുതൽ പ്രസക്തമാണ്. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ സമയത്തെ കവർന്നെടുക്കുമ്പോൾ പുസ്തകങ്ങൾ നമ്മെ ആന്തരിക സമാധാനത്തിലേക്കും തിരിച്ചറിവിലേക്കും നയിക്കാൻ കെൽപ്പുള്ള ശക്തമായ ഒരായുധമാണ്. വായനയുടെ ആനന്ദം ആഘോഷമാക്കുകയാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഓരോ സ്കൂളിലും ഓരോ വീട്ടിലും ഓരോ ഓഫീസിലും വായനാ അന്തരീക്ഷം വളർത്തേണ്ടത് അനിവാര്യമാണ്. വായനാ ക്ലബ്ബുകൾ, പുസ്തകമേളകൾ, എഴുത്തുകാരുമായുള്ള സംവാദങ്ങൾ, ഇതെല്ലാം വായനയെ ഒരു ആഘോഷമാക്കാനുള്ള വഴികളാണ്. ഒരു പേജ് വായിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ ലോകം കണ്ടെത്താനാകും. അറിവും വിനയവും കനിവും നന്മയും വളർത്തുന്ന വാതായനമാണ് വായന. അതിനാൽ നമുക്ക് പുസ്തകങ്ങളോട് സ്നേഹം വളർത്താം. ദിവസവും കുറച്ച് വായിക്കാം. വായനയെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഉത്സവമാക്കാം. ഈ ചിന്തകളെ പ്രോജ്വലമാക്കുന്നുവെന്നത് തന്നെയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെ സവിശേഷമാക്കുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.